എവിടെ ആള്? മുറ്റത്ത് കാറ് കണ്ടില്ലല്ലോ. പുറത്തെവിടെ പോയതാ? എവിടെ? ആരെ കാണാൻ? ഇതൊന്നും ഇപ്പൊ ഞാൻ അറിയേണ്ട കാര്യമില്ലല്ലോ. നീ ഇത്രയ്ക്കും പാവമായി പോയല്ലോ ഗീത. ഇങ്ങോട്ട് വരട്ടെ അയാള്. ഇന്ന് അയാളോട് രണ്ട് സംസാരിക്കാൻ തീരുമാനിച്ചിട്ട് തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. ഇതങ്ങനെ വിട്ട ശരിയാവില്ല. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആ കൊച്ചിനോട് ചായ ഇവിടെ വെച്ചേക്കാൻ പറ. എന്താടോ ഒരു പരിങ്ങല്? ഏയ് ഒന്നുമില്ല. ലക്ഷണം കണ്ടിട്ട് എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന് തോന്നല്ലോ. എന്ത് ചുറ്റിക്കളി? ഞാനിവിടെ വെറുതെ നിന്നേ ഉള്ളൂ. ഡോക്ടർ ഹോസ്പിറ്റലിലേക്കാണോ? അല്ല, ബഹിരാകാശത്തേക്ക്. എന്താ പോരുന്നോ? ഏയ് ഇന്ന് സമയമില്ല. നാളത്തെ സ്പേസ് ഷട്ടിൽ ഒരു കൈ നോക്കാം. താങ്ക് യു ഡോക്ടർ. എന്തിനാണാവോ രാവിലെ തന്നെ ഒരു താങ്ക്സ്? അല്ല, ഇന്നലെ ഞാൻ കാണിച്ച അബദ്ധമൊന്നും ഡെയ്സി ആന്റിയോട് പറയാത്താണ്. ഓ, അതിനാണോ രാവിലെ സോപ്പും കൊണ്ട് ഇറങ്ങിയത്? അതിന് മാത്രമല്ല. അതെ, എനിക്കൊരു ലിഫ്റ്റ് തരുമോ? ലിഫ്റ്റോ? എന്തിന്? പഴയതുപോലെ ഇന്ത്യ കാണാൻ പുറപ്പെടാനുള്ള വല്ല തീരുമാനത്തിലുമാണോ? തൽക്കാലത്തേക്ക് ഇന്ത്യ തണ്ടാനുള്ള മോഹമൊക്കെ ഉപേക്ഷിച്ചു ഡോക്ടർ. പിന്നെന്തിനാ ലിഫ്റ്റ്? തനിക്ക് ലൈബ്രറിയിൽ വല്ലതും പോണോ? അതിനൊന്നും അല്ല. എനിക്ക് എൻ്റെ അച്ഛനെ അമ്മയൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. എന്താ വിശ്വാസം വരുന്നില്ലേ ഡോക്ടർക്ക്? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഗീതയും വിജയ് പണിക്കറും തമ്മിൽ പിരിയാൻ പോവല്ലേ. സലാം പറഞ്ഞ് പിരിയുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും ഒരുമിച്ചൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇനിയൊരു പക്ഷേ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് കാണാൻ പറ്റിയില്ലെങ്കിലോ? അപ്പോ താൻ സീരിയസ് ആയിട്ടാണോ? അങ്ങനെ തോന്നിയില്ലേ ഡോക്ടർക്ക്? യെസ്, ഐ എം സീരിയസ്. ഡോക്ടർക്ക് ഒരു ലിഫ്റ്റ് തരാൻ പറ്റുമെങ്കിൽ താ. ലിഫ്റ്റ് തരുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷേ താൻ ഇന്ന് പോയി അവരെ കാണണ്ട. 2 ദിവസം കഴിയട്ടെ. അതെന്താ ഇന്ന് പോയി കണ്ടാല്? അതിനു മുൻപേ എനിക്ക് ചില ജോലികൾ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് താൻ പോയി അവരെ കണ്ടാൽ മതി. എന്താ പോരെ? എന്ത് ജോലികളാ? ഈ ചൂടുള്ള വസ്തുക്കൾ തണുത്തിട്ടല്ലേ എടുക്കാൻ സാധിക്കൂ. അതിനു വേണ്ടിയുള്ള ഒരു കാലതാമസം. മനസ്സിലായോ? ഏതായാലും തിളച്ചു നിൽക്കുന്ന വിജയങ്ങളുടെ മുന്നിൽ താനിപ്പോ ചെന്ന് നിൽക്കണ്ട. ഓക്കെ? യെസ്, ഡോക്ടർ പറഞ്ഞ നേരാ. ഓക്കെ, ബൈ. എടോ, ഇത്ര അധികാരത്തോടെ തന്നോട് സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഞാൻ തൻ്റെ ആരാന്ന് ചോദിച്ചാൽ ആരുമല്ല. പേരിന് പറയാവുന്ന ഒരു താവഴി ബന്ധം മാത്രമേ നമ്മൾ തമ്മിലുള്ളൂ. പണ്ട് തൻ്റെ പ്രാരാബ്ധകാലത്ത് ഒരു കൈത്താങ്ങായി കൂടെ നിന്നതിൻ്റെ സ്മരണയ്ക്ക് താനായിട്ട് മനസ്സുകൊണ്ട് തന്നൊരു കാരണവസ്ഥാനം, അത്രയേ ഉള്ളൂ. പക്ഷേ ബി തന്നെപ്പോലെ ഒരാളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടല്ലോ എന്നോർത്ത് ഒരുപാട് അഭിമാനിച്ചിരുന്നു ഞാൻ. തനിക്കറിയാലോ, ഒരു തോൾസഞ്ചിയിൽ ഒതുങ്ങുന്ന ജീവിതം മാത്രമേ എനിക്കുള്ളൂ. ഓടിക്കിതച്ച് തീരുമ്പോൾ വന്ന് കയറാനും വിശ്രമിക്കാനുമുള്ള ഒരിടത്താവളം മാത്രമായിരുന്നില്ല എനിക്ക് ഈ വീട്. സ്വന്തമെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ എനിക്ക് താനും ഗീതയും അപ്പുവും ഉണ്ടല്ലോ എന്നൊരു സമാധാനം ഉണ്ടായിരുന്നു. സ്വന്തമെന്ന് പറയാനും അങ്ങനെ കരുതി സ്നേഹിക്കാനും ആരുമില്ലായിരിക്കും തന്നെയാണ് നല്ലത്. ഇതുവരെയുള്ള എൻ്റെ ജീവിതം എന്നെ അതാണ് പഠിപ്പിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ അംബിമാമൻ്റെ ഈ ജീവിതത്തോട് എനിക്കിപ്പോൾ വല്ലാത്ത കൊതി തോന്നുന്നുണ്ട്. ആരോടും പ്രത്യേകിച്ചൊരു കമ്മിറ്റ്മെൻറ്റും കെട്ടുപാടുമില്ലാത്ത ജീവിതം. പണ്ടൊക്കെ ഇങ്ങനൊരു ലൈഫ് തിരഞ്ഞെടുത്തതിന്
അമ്മിമാമനെ ഞാൻ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഇതുവരെയുള്ള എൻ്റെ ജീവിതം വെച്ച് അളന്നു നോക്കുമ്പോൾ നിങ്ങളായിരുന്നു ശരിയെന്ന് ബോധ്യമായി എനിക്ക്. മറ്റൊരാളുടെ ജീവിതം വെച്ച് സ്വന്തം ജീവിതം അളന്നും തൂക്കി നോക്കുന്നത് വിഡ്ഢിത്തമാണ് VP. ലൈഫിൽ ഒരു ചോയ്സേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. തിരഞ്ഞെടുത്ത ജീവിതം ഭംഗിയായി ആത്മവിശ്വാസത്തോടെ ജീവിച്ച് പൂർത്തിയാക്കുക. തനിക്കൊരു കാര്യം അറിയോ? ലോകത്ത് ഗൃഹസ്ഥാശ്രമം തിരഞ്ഞെടുത്ത ഒരാളും, അതിപ്പോ പണക്കാരനോ പ്രാരാബ്ധക്കാരനോ പണ്ഡിതനോ പാമരനോ സ്ത്രീയോ പുരുഷനോ ആരുമായിക്കോട്ടെ, അവരാരും പൂവിരിച്ച വഴിയിലൂടെ നടന്നു മാത്രമല്ല അവരുടെ ജീവിതചക്രം പൂർത്തിയാക്കുന്നത്. പരീക്ഷണങ്ങളും പ്രഹരങ്ങളും പല ഘട്ടത്തിലും ഉണ്ടാവും. അതിലൊന്നും പതറാതെ ഫിനിഷിംഗ് പോയിന്റിൽ ഓടിയെത്തുന്നവനാണ് വിജയിക്കുക. വീണാൽ വീണ്ടും എഴുന്നേറ്റ് ഓടണം. സ്ഥാനമല്ല, പൂർത്തിയാക്കുന്നവരാണ് ഇവിടുത്തെ വിജയികൾ. എടോ, ഇപ്പൊ തനിക്കൊന്ന് കാലിടറിയെന്നേ ഉള്ളൂ. അതിന്റെ പേരിൽ ഈ മത്സരം ഉപേക്ഷിക്കുന്നത് ബുദ്ധിയല്ലടോ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ തനിക്ക്? ഇല്ല, ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഓടിയെത്താൻ കഴിയാത്ത വിധം തോറ്റുപോയിരിക്കുന്നു ഞാൻ. ജീവിതത്തിൽ മറ്റെന്ത് വെല്ലുവിളികളും നെഞ്ചുറപ്പോടെ നേരിടാമെന്നുള്ള ആത്മവിശ്വാസമുണ്ട് എനിക്ക്. ഒരുതി ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ വല്ലാതെ തോറ്റുപോയി. എൻ്റെ ഭാര്യയും മകളും കൂടി എന്നെ വല്ലാതെ തോൽപ്പിച്ചു കളഞ്ഞു. കാലിൽ തറച്ച ഈ 2 മുള്ളുകൾ വെച്ചുകൊണ്ട് എനിക്ക് ഈ മത്സരം ഓടിയെത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എൻ്റെ മുന്നിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഈ മുള്ളുകൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ മത്സരത്തിൽ നിന്ന് സ്വയം പിന്മാറുക. അമ്പിമാമൻ പറഞ്ഞതുപോലെ പങ്കെടുത്തു പോയ സ്ഥിതിക്ക് മത്സരം പൂർത്തിയാക്കാനുള്ള ബാധ്യത എനിക്കുണ്ടല്ലോ. അതുകൊണ്ട് കാലിൽ തറച്ച മുള്ളുകൾ ഒഴിവാക്കാൻ തന്നെ എൻ്റെ തീരുമാനം. എന്ത് അസംബന്ധമാണോടോ താനീ പറയുന്നേ? അപ്പുനെയും ഗീതയും ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പറ്റുമോ തനിക്ക്? ഇല്ലടോ, അതിന് തനിക്ക് ഒരിക്കലും കഴിയില്ല. കഴിയുമെന്നുള്ളത് തൻ്റെ വെറും തോന്നലാ. തൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താന്ന് എനിക്ക് മനസ്സിലായി. അത് തനിക്കു കൂടി മനസ്സിലാക്കാൻ പറ്റിയാൽ ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. അതെനിക്ക് ഉറപ്പാ. അതിനൊരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഒക്കെ ശരിയാവൂടോ, താൻ നോക്കിക്കോ. ഹലോ സാറേ, ഇത് ഞാനാ, അമ്പി. ആ, മനസ്സിലായി. അമ്പച്ചേട്ടാ പറഞ്ഞോളൂ. ഏയ് ഒന്നുമില്ല, സാറ് പുറപ്പെട്ടോന്ന് അറിയാൻ വേണ്ടി ഒന്ന് വിളിച്ചതാ. അതെന്ത് ചോദ്യം അമ്പച്ചേട്ടാ? ഞാനൊരു വാക്ക് പറഞ്ഞതാണെന്ന് അറിയില്ലേ? ഐ എം ഓൺ ദ വേ. ഹൗസ് നമ്പർ 23, ദേവിനഗർ. ആ അതെ, ഞാനിവിടെ ഉണ്ട്. അമ്പച്ചേട്ടൻ അവിടെ ഉണ്ടായിട്ട് കാര്യമില്ല. എനിക്ക് കാണേണ്ട ആൾ അവിടെ ഉണ്ടോ എന്നാണ് അറിയേണ്ടത്. ഉണ്ടുണ്ട്, ആളിവിടെ തന്നെ ഉണ്ട്. സാറൊന്ന് വേഗം വന്നാ മതി. യെസ്, ഞാനൊരു 10 മിനിറ്റിനകം അവിടെ എത്തും. അപ്പോൾ വന്നിട്ട് കാണാം. ഓക്കെ.
നമസ്കാരം സർ. നമസ്കാരം. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല ചേട്ടാ. മിസ്റ്റർ വിജയ പണിക്കർ ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. സാറ് വന്നട്ടെ. ആ സാർ ഇരിക്കെ, ഞാൻ VP വിളിക്കാം. ആ കുഞ്ഞേ, ഒരു ചായ വേണം സാറിന്. സാറിന് എങ്ങനെയാ മധുരം ആകാമല്ലോ? മധുരം കുറച്ച് കടുപ്പത്തിലായിക്കോട്ടെ. ശരി സർ. ശരി ചെല്ല്. ആ ആ ഞാൻ വിളിക്കാൻ വരാൻ തുടങ്ങുകയായിരുന്നു. ആ വക്കീൽ സാറേ, ഇതാ ആള്. ഹലോ, ഞാൻ അഡ്വക്കേറ്റ് നന്ദകുമാർ. ഹലോ, ഞാൻ വിജയ് പണിക്കർ. VP എന്ന് ചുരുക്കപ്പേരല്ലേ? ഞാൻ അറിയും. സാർ ഇരിക്കൂ. VP എന്ന് ചുരുക്കപ്പേരല്ലേ? ഞാൻ അറിയും. സാർ ഇരിക്കൂ. താങ്ക് യു. ഞാൻ ഗീതയെ കൂടെ ഒന്ന് വിളിക്കട്ടെ. വിജയ് സാർ ഇപ്പൊ കോച്ചിങ് സെന്ററിലൊന്നും പോകുന്നില്ലേ? ഇല്ല, കുറച്ച് നാളത്തേക്ക് ലീവ് എടുത്തിരിക്കുക. മിസ്റ്റർ നന്ദൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഏതാ കൂടുതലും, സിവിലോ അതോ ക്രിമിനലോ? അങ്ങനെ ചോദിച്ചാൽ രണ്ടും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലെന്ന് വേണം പറയാൻ. ഞാൻ കൂടുതലും കൈകാര്യം ചെയ്യുന്നത് കുടുംബ കേസും പിന്നെ പബ്ലിക് ഇൻട്രസ്റ്റഡ് കേസുമാണ്. അല്ല, മിസ്റ്റർ നന്ദൻ ഇവിടെ? പറയാം. അല്ല, അപ്പോൾ അമ്പിച്ചേട്ടനൊന്നും പറഞ്ഞില്ലായിരുന്നോ? ആ സാറേ, ഇതാണ് VPയുടെ മിസ്സസ് ഗീതാ ലക്ഷ്മി. ഹലോ. ഗീതയ്ക്ക് ആളെ മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. ഇരിക്കും മാഡം. സാറ് പറഞ്ഞതുകൊണ്ട് ഇങ്ങനൊരു വരവിന്റെ കാര്യം ഞാൻ രണ്ടുപേരോടും ഇതുവരെ പറഞ്ഞില്ലായിരുന്നു. അത് നന്നായി. ഇനി ഞാൻ രണ്ടുപേർക്കും എന്നെ വിശദമായിട്ട് പരിചയപ്പെടുത്താം. ബൈ പ്രൊഫഷൻ ഞാനൊരു അഡ്വക്കേറ്റ് ആണെങ്കിലും കൂടുതൽ സമയം സോഷ്യൽ വർക്കിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരാളാണ് ഞാൻ. അമ്പിച്ചേട്ടൻ എനിക്ക് അങ്ങനെയാണ് പരിചയവും. സോഷ്യലി സൈഡ് ലൈൻ ചെയ്യപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ LGBT കമ്മ്യൂണിറ്റിക്ക് വേണ്ടി. പിന്നെ ഈ വിഭാഗത്തിന് വേണ്ടി സർക്കാർ നടത്തുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളിലും കാര്യമായി പ്രവർത്തിക്കുന്നുണ്ട്. LGBT എന്ന് പറയുമ്പോൾ ഈ ട്രാൻസ് പേഴ്സൺസും ഒക്കെ ആ കമ്മ്യൂണിറ്റിയിൽ വരുന്നവരാ. സാർ ഇവിടെ സ്നേഹത്തണലെന്നൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. ഞാൻ നടത്തുന്നു എന്ന് പറയുന്നതിൽ ചെറിയ തിരുത്തുണ്ട് കേട്ടോ. സമാന ചിന്താഗതിക്കാരായ ഒരു പറ്റ ആൾക്കാരുടെ ഒരു ട്രസ്റ്റിന്റെ അണ്ടറിലാണ് സ്നേഹത്തണൽ. ചാരിറ്റി ആക്ടിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഞാനതിൻ്റെ ഒരു മുഖ്യ മേൽനോട്ടക്കാരനാണെന്നേ ഉള്ളൂ. സാറിന് മധുരം കുറച്ചാണല്ലോ അല്ലേ? ആണ്. ആ കൊടുക്ക്. മധുരം മതിയായിരുന്നു സാറേ. കറക്റ്റാ. ഇനി നന്ദകുമാർ വന്ന കാര്യം പറയൂ. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ പ്രവർത്തന മേഖല ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ അവകാശ സംരക്ഷണവും വെൽഫെയറുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങളുടെ മകൾ ഒരു ട്രാൻസ് പേഴ്സൺ ആണെന്ന് അമ്പിച്ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. അപൂർവ എന്നാണ് കുട്ടിയുടെ പേര്. അതെ, അപ്പൂന്നാ ഞങ്ങൾ വിളിക്കാറ്. അപ്പു. സോ അപൂർവ എന്ന അപ്പു ആളെവിടെ? പറയൂ. ആളിവിടെ ഇല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലായിപ്പോ. ഓക്കെ, എപ്പോഴാണ് വരിക? അവളിപ്പോ കുറച്ച് ദിവസമായി അവളുടെ കൂടെ താമസം. ശരി. അപൂർവ ഇവിടുന്ന് പോകാനുള്ള കാരണം എന്തായിരുന്നു? നിങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. അമ്പച്ചേട്ടൻ കുറച്ച് കാര്യങ്ങൾ ബ്രീഫ് ചെയ്തിരുന്നു. എന്നാലും നിങ്ങളിൽ നിന്ന് വേണം എനിക്ക് ഡീറ്റെയിൽസ് അറിയാൻ. എന്നാലേ കൗൺസിലിങ്ങിന് അത് ഗുണം ചെയ്യൂ. അതുകൊണ്ടാണ് ഇങ്ങനെ വ്യക്തിപരമായ ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. ഡോണ്ട് ഫീൽ ബാഡ്. സോറി മിസ്റ്റർ നന്ദകുമാർ, തുറന്നു പറയുന്നുണ്ടൊന്നും തോന്നരുത്. ഞങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് പുറത്തുനിന്നൊരാൾ ഇന്റർഫെയർ ചെയ്യുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല.
ഇനി അപൂർവയെ കൗൺസിൽ ചെയ്ത് മനസ്സ് മാറ്റാനാണ് വന്നതെങ്കിൽ അവളിപ്പോൾ ഉള്ള സ്ഥലം ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. നോനോ, ഞാൻ പറഞ്ഞത് സാറിന് പൂർണ്ണമായിട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അപൂർവയെ കൗൺസിൽ ചെയ്ത് മനസ്സ് മാറ്റാനൊന്നും അല്ല ഞാൻ വന്നത്. അങ്ങനെ ചെയ്യുന്നത് പോലും ലീഗൽ ഒഫൻസിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇത്തരം വ്യക്തികളെ നിർബന്ധിച്ച് മനസ്സ് മാറ്റിയും അവരുടെ എക്സിസ്റ്റിംഗ് ജെൻഡറിൽ തുടരാൻ അനുവദിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതൊക്കെ നിയമപരമായി നിരോധിച്ചിരിക്കുകയാണ്. അത്തരം കൺവെൻഷണൽ തെറാപ്പികൾക്ക് എതിരാണ് വ്യക്തിപരമായി ഞാനും. അപ്പൊ പിന്നെ സാർ ഈ കൗൺസിലിംഗ് ഉദ്ദേശിച്ചത്? ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്, എസ്പെഷ്യലി താങ്കളുടെ കാര്യം. മകളുടെ ഈ പ്രശ്നത്തിൽ ഇൻ പേഴ്സൺ അതൊരു പ്രശ്നമാണെന്ന് പോലും എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. ആ അതുപോട്ടെ, അപൂർവയുടെ കാര്യത്തിൽ വിജയ് സാർ വല്ലാതെ വറീഡാണെന്ന് അമ്പിച്ചേട്ടൻ പറഞ്ഞിരുന്നു. അതിൻ്റെ പേരിൽ നിങ്ങളുടെ ഫാമിലി റിലേഷൻ പോലും സ്ട്രെയിൻ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. അതുകൊണ്ട് ഒരു പ്രോപ്പർ കൗൺസിലിംഗ് വിജയ് സാറിന് ആവശ്യമാണ്. വിരോധമില്ലെങ്കിൽ. വിരോധമുണ്ട്. ഈ പറഞ്ഞ ദൗത്യവുമായിട്ടാണ് താങ്കളോട് വന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ മുന്നിൽ പോലും ഞാൻ വന്നിരിക്കില്ലായിരുന്നു. കൗൺസിലിംഗ് മറ്റാർക്കെങ്കിലും വേണമെങ്കിലാവാം. തൽക്കാലം എനിക്ക് നിങ്ങളുടെ സേവനം ആവശ്യമില്ല. അല്ല VP, അത് അഭിമുഖം ഉണ്ടായിരിക്കേ. ആരോട് ചോദിച്ചിട്ടാ ഇത്തരം ആൾക്കാരെ നിങ്ങളിവിടെ വിളിച്ചു വരുത്തുന്നത്? നിങ്ങൾക്ക് ഈ വീട്ടിൽ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി അത് എന്നെ ഇൻസൾട്ട് ചെയ്യാനുള്ള ലൈസൻസ് ആക്കി എടുക്കരുത്. VP എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? എന്നെ കൗൺസിൽ ചെയ്യാൻ വന്നിരിക്കുന്നു. അതിന് മാത്രം മാനസിക സ്ഥിരതയില്ലാത്ത ഒരാളാണ് ഞാനെന്ന് നിങ്ങൾക്ക് തോന്നിയോ? മിസ്റ്റർ വിജയ്, പ്ലീസ് റിലാക്സ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നോ മോർ ആർഗ്യുമെന്റ്സ്. എനിക്ക് നിങ്ങളോട് കൂടുതലൊന്നും സംസാരിക്കാനില്ല മിസ്റ്റർ. പറഞ്ഞല്ലോ, ഒരു കൗൺസിലിംഗിന്റെയോ മോട്ടിവേഷന്റെയോ ആവശ്യം ഇപ്പൊ എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. ആവശ്യമുള്ളപ്പോ ഞാൻ വക്കീലിനെ അറിയിക്കാം. നൗ യു മേ പ്ലീസ്. വക്കീലിന് കാര്യം പറഞ്ഞത് മനസ്സിലായില്ലേ? അമ്പിമാമൻ വിളിച്ചു വരുത്തിയ ആളായതുകൊണ്ട് ഇതുവരെ ഞാൻ മാന്യമായിട്ടാണ് താങ്കളോട് സംസാരിച്ചത്. ഇനി ഭാഷയും രീതിയൊക്കെ മാറ്റി പറയാൻ എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. ഓക്കെ സോറി സാർ. ഞാൻ നിങ്ങളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. എക്സ്ട്രീംലി സോറി. നമുക്ക് പിന്നീട് ഒരിക്കൽ കാണാം. വേണമെന്നില്ല. അമ്മച്ചേട്ടാ, എന്നാ പിന്നെ ഞാൻ അറിയണ്ടേ? സോറി സർ. ഏയ് നോ പ്രോബ്ലം മാഡം. ഇതൊക്കെ ഞങ്ങളുടെ തൊഴിലിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഒരു വാം വെൽക്കം എവിടുന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാറില്ല. എന്നാ ശരി. ഹലോ സാർ. ഇല്ല സാർ, ആള് നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല റിയാക്ട് ചെയ്യുന്നത്. മാറ്ററിലേക്കൊന്ന് കടക്കാൻ പോലും അയാളൊരു സ്പേസ് തന്നില്ലെന്ന് വേണം പറയാൻ. നോ പ്രോബ്ലം സാർ. അങ്ങനെ നിരാശപ്പെട്ട് പിന്മാറാൻ നമ്മളെ കൊണ്ടാവില്ലല്ലോ. 1-2 വിസിറ്റ് കൂടെ വേണ്ടി വന്നേക്കും തോന്നുന്നു. ശരി, വൈകിട്ട് ഓഫീസ് കാണാം. എന്നിട്ട് പ്ലാൻ ചെയ്യാം. സാർ ക്ഷമിക്കണം. ഇങ്ങനൊരു പ്രതികരണം VPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. സ്വാഭാവികമായ ഒരു എതിർപ്പുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇത്രയ്ക്ക് അങ്ങോട്ട് മോശമായി സാറൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. അതിലൊന്നും ഒരു കുഴപ്പമില്ലെന്നേ. ഇതൊക്കെ നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ദേ, രക്ഷിതാക്കളുടെ കയ്യിൽ നിന്ന് എന്നാൽ ഒന്നാം തന്നെ തല്ല് കിട്ടിയ അനുഭവം വരെ എനിക്കുണ്ടായിട്ടുണ്ട്. ഏതായാലും മിസ്റ്റർ പണിക്കരിൽ നിന്ന് അങ്ങനെ ഒരു സാഹസമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് സാർ. സാറിൻ്റെ ഈ വരവിനെ പറ്റി ഞാൻ VPയോടൊന്ന് മുൻകൂട്ടി സൂചിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെ എന്തെങ്കിലും സൂചന കൊടുത്താൽ അയാൾ സാറിനെ കാണാൻ കൂട്ടാക്കില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാനത് ചെയ്യാതിരുന്നത്. ഏയ് അതൊന്നും സാരമില്ലെന്നേ. ഏതായാലും ഈ പുള്ളി അങ്ങനെ വെറുതെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പുറമേ കാണുന്ന ഈ കാർക്കശ്യത്തിനപ്പുറം ഉള്ളിലൊരു നന്മയുള്ള ആളാണെന്ന് അദ്ദേഹം ഒന്ന് ഒറ്റ റീഡിംഗ് തന്നെ എനിക്ക് മനസ്സിലായി. അത് സത്യമാണ് സാറേ. ഈ പ്രശ്നത്തിന് ശേഷമാണ് VP അടിമുടി മാറിപ്പോയത്. സാരമില്ല, നമുക്ക് ശരിയാക്കി എടുക്കാന്നേ. ഏതായാലും അപൂർവമായിട്ട് ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. എന്നാ പിന്നെ ഞാൻ വിട്ടോട്ടെ. ശരി സാർ.
ആകെ ഇൻസൾട്ടഡ് ആയിട്ടാണ് പോയതല്ലേ അഭിമാമ?